അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് ധനുമാസം 2-ാം തീയതി നമ്മൾ 32ാമത് എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ശബരിമലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന, ശബരിമല അയ്യപ്പനുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു ഗാനതല്ലജത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ശബരിമല ഭക്തന്മാരുടെ ഉള്ളിൽ എപ്പോഴും ആനന്ദാതിരേകം ഉളവാക്കുന്ന ആ ദിവ്യമായ കീർത്തനം ഹരിഹരാത്മജാഷ്ടകം എന്ന പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ രചനയെ സംബന്ധിച്ചിടത്തോളം, കാലത്തെ സംബന്ധിച്ചിടത്തോളം, ആരാണ് എഴുതിയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ചില അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷെ എന്തായാലും 1923 സുപ്രസിദ്ധ പത്രപ്രവർത്തകൻ ശ്രീ ശിവറാമിൻ്റെ സഹോദരി കോന്നകത്ത് ജാനകിയമ്മയാണ് ഇതിൻ്റെ രചയിതാവ് എന്ന് അവകാശപ്പെട്ട അവരുടെ മകളുടെ മകൻ രംഗത്ത് വരികയും ഇതിൻ്റെ കയ്യെഴുത്തു പ്രതി എന്ന നിലയിൽ ചില തെളിവുകൾ സമാഹരിച്ച് പുറത്തുവിടുകയും ഒക്കെ ചെയ്തു. അതല്ല, ഈ ഗാനതല്ലജം രചിച്ചിട്ടുള്ളത് കമ്പംകുടി സുന്ദരയ്യർ എന്ന ഗുരുസ്വാമിയാണ് എന്നൊരു അവകാശവാദം വീണ്ടും നിലനിൽക്കുന്നുണ്ട്. 1982 തിരുവനന്തപുരത്ത് ശ്രീ ജയചന്ദ്ര ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ച ഒരു ബുക്ക് മഹാശാസ്ത്ര സ്തുതി കദംബം എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തിയത്, അത് ശ്രീ കമ്പംകുടി സുന്ദരേശയ്യരുടെ പേരിലുള്ളതാണ്. പക്ഷെ അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് താനല്ലെന്നും താൻ അതിൻ്റെ സമ്പാദകനാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്പാദകൻ എന്ന വാക്കിൻ്റെ അർത്ഥം പല സ്ഥലത്തു നിന്നും സമാഹരിച്ചത് എന്ന അർത്ഥത്തിലാണെങ്കിൽ, അദ്ദേഹം ഇത് വിഭിന്നങ്ങളായ രേഖകൾ പരിശോധിച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ പുസ്തകം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിലുപരി ശബരിമല അയ്യപ്പനെക്കുറിച്ച് ശങ്കരാചാര്യസ്വാമികൾ, ആദി ശങ്കരാചാര്യസ്വാമികൾ എഴുതിയിട്ടുണ്ട്. അതും മറ്റൊരു പഴയ ഗ്രന്ഥത്തിൽ നിന്ന്, മഹാശാസ്ത്ര സ്തുതി പൂജാകൽപ്പം എന്ന് പറയുന്ന ദണ്ഡപാണി സ്വാമികൾ
തെറ്റുതിരുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താനായി സാധിച്ചു. അപ്പം ഇതിൻ്റെ ഒക്കെ ശങ്കരാചാര്യസ്വാമികൾ രചിച്ചു എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ കുറിച്ച് ആധികാരികമായി ശങ്കരാചാര്യ കൃതികളിൽ ഇത് ചേർത്തിട്ടുള്ളത് കൊണ്ടും നമുക്കത് അദ്ദേഹം തന്നെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായും പറയാൻ സാധിക്കും. ശബരിമല ക്ഷേത്രം രാത്രിയിൽ നടയടയ്ക്കാൻ തയ്യാറാവുമ്പോൾ മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പാടുന്ന 8 സ്റ്റാൻസകൾ ഉൾപ്പെടുന്ന 32 വരികൾ മാത്രമുള്ള ഈ അവാച്യസുന്ദരമായിട്ടുള്ള കൃതി ഹരിഹരാത്മജാഷ്ടകം എന്നാണ് അതിൻ്റെ പേര്. അതെഴുതിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായ രേഖകൾ ലഭ്യമായിട്ടുള്ളത് അനുസരിച്ച് നോക്കുമ്പോൾ കോന്നകത്ത് ജാനകിയമ്മ എന്ന് പറയുന്ന മഹാസ്വാധ്യയാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇതിനോടനുബന്ധമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് 1951 ശേഷം ആണ് ഈ ഗാനം ആലപിച്ചു തുടങ്ങിയിട്ടുള്ളത്. ശബരിമലയിലെ അവസാനത്തെ വെളിച്ചപ്പാട് ആയിട്ടുള്ള സൂര്യനാരായണയ്യർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം കോന്നകത്ത് ജാനകിയമ്മയുടെ മുത്തച്ഛനാണ്. പൂർണ്ണ ഗർഭിണിയായിരുന്ന ഈ സ്ത്രീ എഴുതിയതായി പറയപ്പെടുന്ന ഈ ഗാനം ശബരിമല സ്വാമിക്ക് കാണിക്കയായി സമർപ്പിക്കാനായി മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയും സൂര്യനാരായണയ്യർ എന്ന മുത്തശ്ശൻ ഇത് കൃത്യമായി കാണിക്കയായി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തത്രേ. അതിനുശേഷം ഈ ഗാനം നടയടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് ഭഗവാന് ഒരു ഉറക്കുപാട്ടായിട്ട് ജപിക്കാൻ തയ്യാറായി എന്നാണ്, അല്ലെങ്കിൽ ആലപിക്കാൻ തയ്യാറായി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത് ആരംഭിച്ചിട്ടുള്ളത് 1950-51 കാലഘട്ടത്തിലാണ്. 50 കാലഘട്ടം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ക്ലേശകരമായ, അതേസമയം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അശനിപാതം ഏറ്റതിന് തുല്യമായ നിരവധി സംഭവങ്ങൾ അരങ്ങേറി. ശബരിമല ക്ഷേത്രം തകർത്തു, തീവച്ചു, നശിപ്പിച്ചു. വിഗ്രഹം കോടാലി കൊണ്ട് കൊത്തിക്കീറി പല കഷണങ്ങളാക്കി തകർത്തു. ഇത് സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം നടത്താൻ തയ്യാറായി പോലീസിനെ ഏൽപ്പിച്ചു. DIG കേശവമേനോൻ ഇത് സംബന്ധമായി വിലയേറിയ തെളിവുകൾ കണ്ടെത്തി എന്ന് മാത്രമല്ല, ഈ നിഷ്ഠൂര കർമ്മത്തിന് പങ്കാളിയായവരെയും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും പ്രതിപാദിക്കുന്ന സമഗ്രമായൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചു. പക്ഷേ നാളിതുവരെ യാതൊരു മേൽനടപടിയും ഒരു സർക്കാരും, ജനാധിപത്യ സർക്കാരുകളൊന്നും ഇതിന് തയ്യാറായിട്ടില്ല ഇതുവരെ. 1951 പുതുക്കിപ്പണിത ശബരിമല ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന വിഗ്രഹം തയ്യാറാക്കുന്നതിന് ഉപയുക്തമാകുന്ന തരത്തിലുള്ള രൂപഭംഗിയുള്ള ഒരു വിഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. ഏറെ അന്വേഷണങ്ങൾക്ക് ശേഷം ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അതായത് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ നേരെ ഇളയയാൾ, കവടിയാർ കൊട്ടാരത്തിലെ തേവാരപ്പുരയിൽ ഉണ്ടായിരുന്ന അയ്യപ്പസ്വാമിയുടെ ചെറു വിഗ്രഹത്തിൻ്റെ എൻലാർജ് ചെയ്തെടുത്ത ചിത്രത്തിന് അടിസ്ഥാനപ്പെടുത്തി പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹമാണ് ഇന്ന് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. അന്നത്തെ മേൽശാന്തി, അതായത് ക്ഷേത്ര ദഹനത്തിന് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നത് കല്ലമ്പലം ഈശ്വരൻ നമ്പൂതിരിയും തന്ത്രിമുഖ്യൻ, ഇന്നത്തെ തന്ത്രിമുഖ്യന്മാരുടെ പൂർവ്വസൂരി താഴമൺ ഇല്ലത്ത് കണ്ഠരരുമാണ്. ഈ കാലഘട്ടം തന്നെയാണ് ഞാൻ മുൻ സൂചിപ്പിച്ച
അമ്പലപ്പുഴ താലൂക്കിലെ സുപ്രസിദ്ധമായ ഒറ്റപ്പുന്ന എന്ന സ്ഥലത്ത് കോന്നകത്ത് തറവാട്ടിലെ മൂത്ത കാരണവരായിരുന്ന സൂര്യനാരായണ അയ്യർ ഉണ്ടായിരുന്നത്. അദ്ദേഹം ശബരിമലയിലെ അവസാനത്തെ വെളിച്ചപ്പാടാണ്. നാരായണയ്യരുടെ സഹോദരി പുത്രിയായിരുന്നു കോന്നകത്ത് ജാനകിയമ്മ. പൂർണ്ണ ഗർഭിണിയായിരുന്ന ആയമ്മ വലിയ ഈശ്വരഭക്തിയായിരുന്നു, അതിലേറെ അയ്യപ്പ ഭക്തിയും ആയിരുന്നു. അങ്ങനെ അവർ തയ്യാറാക്കിയതാണ് ഈ ഹരിഹരാത്മജാഷ്ടകം എന്ന കൃതി. തയ്യാറാക്കി കിട്ടിയ ഈ കൃതി മുത്തശ്ശൻ ശബരിമല സന്നിധാനത്ത് അയ്യപ്പന് മുമ്പിൽ കാണിക്കയായി അർപ്പിക്കുകയും മേൽശാന്തിയെയും തന്ത്രിയെയും ഈ ഗാനം ആലപിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ഏറെ ആകർഷകമായി തോന്നിയ ഈ ഗാനം അവരുടെ നിർദ്ദേശപ്രകാരം തിരുനട പൂജ കഴിഞ്ഞ് രാത്രിയിൽ അടയ്ക്കുമ്പോൾ ഈ ഗാനം ആലപിച്ച് അടയ്ക്കാം എന്ന് തീരുമാനിച്ച് നടപ്പാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ ശബരിമലയിൽ പാടുന്ന ഹരിവരാസനം എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് എത്തുന്നത്, പ്രശസ്തിയിലേക്ക് ഉയരുന്നത് 1975 തിരുവനന്തപുരം മെറിലാൻഡ് സുബ്രഹ്മണ്യം നീല പ്രൊഡക്ഷൻസ് ശ്രീ അയ്യപ്പൻ എന്ന പേരിൽ ഒരു സിനിമ പിടിക്കുകയും അതിൽ ഈ ഗാനം ഉൾപ്പെടുത്തുകയും ചെയ്തു. പാടിയത് പത്മശ്രീ യേശുദാസാണ്. യേശുദാസത്തിൻ്റെ കണ്ഠത്തിലൂടെ ഈ ഗാനം എത്തിയപ്പോൾ അത് അവിസ്മരണീയമായ തരത്തിൽ, അവിശ്വസനീയമായ തരത്തിൽ ജനഹൃദയങ്ങളിൽ ഇത് കുടിപാർക്കാൻ തുടങ്ങി. അയ്യപ്പസ്വാമിയുടെ ഉറക്കുപാട്ട് എന്നത് അയ്യപ്പ ഭക്തരുടെ ഉണർത്തുപാട്ടായി മാറി. പലരുടെയും മൊബൈൽ ഫോണിൻ്റെ ഡയൽ ടോണായിട്ട് ഈ ഗാനത്തിൻ്റെ ഈരടികളാണ്. മധ്യമാവധി രാഗത്തിൽ ആലപിക്കപ്പെട്ട ഈ ഗാനം ഏറെ പ്രശസ്തമായി മാറി. ശ്രീ അയ്യപ്പൻ സിനിമയിലെ ചിത്രീകരണത്തോടൊപ്പം നാം കേൾക്കുന്നത് ശ്രീ യേശുദാസ് ആലപിച്ച ഗാനമാണ്. പക്ഷേ യേശുദാസ് ആലപിച്ച ഹരിവരാസനവും ശബരിമല ശ്രീകോവിലിനുള്ളിൽ മേൽശാന്തിയും കീഴ്ശാന്തിമാരും ചേർന്ന് പാടുന്ന പാട്ടും തമ്മിൽ അല്പവ്യത്യാസമുണ്ട്. ആ വ്യത്യാസം സിനിമാ പാട്ടിൽ ഓരോ വരിയിലും അതിൻ്റെ മധ്യഭാഗത്ത് സ്വാമി എന്ന പദം ചേർത്തിട്ടുള്ളത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അത് സ്വാമി ഒഴിവാക്കിയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം, ഹരിദധീശ്വരം സ്വാമി ആരാധ്യപാദുകം, അരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം, ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. ഇതാണ് ശ്രീകോവിലിനുള്ളിൽ പാടുന്ന പാട്ടിൻ്റെ രൂപം. പക്ഷേ സിനിമയിലാവട്ടെ ഇതിലകത്തെ സ്വാമി ഒഴിവാക്കിക്കൊണ്ട് ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം, അരിവിമർദ്ദനം നിത്യനർത്തനം, ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അപ്പൊ സ്വാമി ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഗാനമാണ് ശബരിമലയിൽ നമ്മൾ നിൽക്കുമ്പോൾ റെക്കോർഡായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഹരിവരാസനം പാടുന്നതാണ് കേൾക്കുന്നത് എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ നട തുറന്നിരിക്കുന്ന അവസരമാണ്. വൈകുന്നേരം നട അടയ്ക്കുമ്പോൾ ജനം ടി വിയിൽ കൂടി ഈ പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇത് തന്നെയാണല്ലോ കേൾക്കുന്നതെന്ന്. അതല്ല എന്നും സിനിമാ പാട്ടിൽ അതിനാവശ്യമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ആവശ്യമായ മാറ്റം വരുത്തുന്നതിന് ഗാനരചയിതാവിന് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി ഇതിനെക്കുറിച്ച് നാം അറിയണം. ഇത് ഒരു നടന്ന സംഭവം, അതായത് ചരിത്ര സംഭവമാണ്. സുപ്രസിദ്ധ ഗാനരചയിതാവ് വയലാർ രാമവർമ്മ ഒരു സിനിമാ ഗാനം രചിച്ചു.
അത് വളരെ കോളിളക്കം സൃഷ്ടിച്ചു. എന്താണ് കാരണം? സൂര്യഗായത്രി എന്ന് പറയുന്ന മഹാമന്ത്രം, അതൊരു പക്ഷേ മന്ത്രങ്ങളുടെ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള സൂര്യഗായത്രി ഒരു സിനിമാ ഗാനത്തിനായി ഉപയോഗിച്ചപ്പോൾ അത് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിക്കൊണ്ട് ചിലർ ഇറങ്ങി. കവിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാമെന്നും അവർ തീരുമാനിച്ചു. അതനുസരിച്ചിട്ട് ചിലർ ശ്രീ വയലാർ രാമവർമ്മയുടെ ഗ്രഹത്തിലെത്തി. അവര് വളരെ കൃത്യമായി പറഞ്ഞു, ഒരു ക്ഷത്രിയനായ അങ്ങ് സൂര്യഗായത്രി മന്ത്രത്തെ ഒരു സിനിമാ പാട്ടിനുള്ളിൽ ഉൾപ്പെടുത്തിയത് സനാതനധർമ്മത്തിനേറ്റ ഒരു വലിയ അപമാനമാണ്. ഇതൊട്ടും ശരിയായില്ല. രാമവർമ്മ ഒട്ടും ക്ഷോഭം കൂടാതെ അക്ഷോഭ്യനായി അവരോട് പറഞ്ഞത് മുഴുവൻ അദ്ദേഹം കേട്ടിരുന്നു. അതിനുശേഷം അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് സൂര്യഗായത്രി ചൊല്ലാൻ അറിയുന്നത്? എല്ലാവരും തന്നെ ഏകദേശം ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം അറിയാം. കവി പറഞ്ഞു, എന്നാൽ ആരെങ്കിലും 1-2 പേര് ഒന്ന് ചൊല്ലു, ഞാനൊന്ന് കേൾക്കട്ടെ. അവർ ചൊല്ലി, ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. കവി ആ അക്ഷോഭ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് ചോദിച്ചു, ഓ ഇതാണല്ലേ സൂര്യഗായത്രി? അവർ പറഞ്ഞു, അവർക്കതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയാണ്, അവർ ഔദ്ധത്യത്തോടു കൂടിയാണ് പറയുന്നത്, അതെ ഇതാണ്. ഞാൻ എന്താണ് എഴുതിയിട്ടുള്ളത്, ഇത് തന്നെയാണോ? അവർ പറഞ്ഞു, ഇത് തന്നെയാണ്. കവി താൻ എഴുതിയ കവിത ചൊല്ലി, ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് പത്മതീർത്ഥമേ ഉണരുണരൂ. പത്മതീർത്ഥം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാനം തയ്യാറായത്. ഇതിലാണ് സൂര്യഗായത്രി എടുത്ത് സിനിമാ ഗാനമാക്കിയെന്ന് പറഞ്ഞത്. താൻ ഒരിക്കലും പൂർവിക പാരമ്പര്യങ്ങളെ അപഹസിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കവി ക്രാന്തദർശിയായിരുന്നു എന്നും മറ്റൊരു സംഗതിയിലൂടെ നമുക്ക് ഓർമ്മിക്കാം. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലത്ത് എഴുതിയ ഒരു ഗാനം ഇപ്പോൾ ഏറെ പ്രശസ്തമാണ്. എന്താ എഴുതിയത്? അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഗംഗയിൽ മുഴുവൻ താമരപ്പൂക്കൾ എന്നർത്ഥം വരുന്ന തരത്തിലാണ് ഒരു ഗാനം അദ്ദേഹം തയ്യാറാക്കിയത്. ഗംഗയിൽ മുഴുവൻ താമരപ്പൂക്കൾ നെരിഞ്ഞു നിൽക്കുന്നതായി പറഞ്ഞത് ഇന്ന് അറം പറ്റിയതുപോലെ സംഭവിച്ചിരിക്കുന്നു. അതായത് ഉത്തർപ്രദേശ് പൂർണ്ണമായിട്ടും താമര നിറഞ്ഞിരിക്കുന്നു. ഇത് രാഷ്ട്രീയമല്ല, നടന്ന സംഭവം ഞാൻ ഉദാഹരണത്തിനായി സൂചിപ്പിച്ചു എന്ന് മാത്രം. സാന്ദർഭികമായി ഇത്രയും വിശദമായി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഹരിവരാസനത്തിലേക്ക് മടങ്ങാം. ഈ കീർത്തനത്തിൽ ചില ശാസ്ത്രീയ രഹസ്യങ്ങൾ അഥവാ സത്യങ്ങൾ ശ്രീ ഹരിസ്വാമി വെളിവാക്കിയിട്ടുള്ളതുകൂടി അറിയണം. ഇതിനോരോ വരിയിലും ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദകം, ഈ വരികളിൽ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ഓരോ വരിയിലും 11 അക്ഷരം വീതമാണ് ഉള്ളതെന്നും ആ ഓരോ ഇതിലും അവസാനത്തെ ഒരു വരി 8 സ്റ്റാൻസകളിലും ഒന്ന് തന്നെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം, വ്യത്യസ്തത പുലർത്തുന്നത് ആദ്യത്തെ 3 വരികളിൽ മാത്രം, 4ാമത് വരിയിൽ ഒരേ ഇത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. അപ്രകാരമുള്ള 8 ഖണ്ഡങ്ങളും കൂടാതെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന 14 അക്ഷരം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്കൊന്ന് നോക്കാം. 11 ലൈന്, 11 അക്ഷരങ്ങൾ വീതം 4 ലൈൻ, അങ്ങനെ 8 സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ 352 അക്ഷരങ്ങളാണ്. അതോടൊപ്പം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് തുടങ്ങുന്ന ആവർത്തനവും കൂടിയായപ്പോൾ 14 അക്ഷരം. അപ്പോൾ ഈ ഗാനത്തിൽ ആകെയുള്ള അക്ഷരങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത് 366. സാന്ദർഭികമായി ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് ഇങ്ങനെയെങ്കിൽ പോലും എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ് ഉള്ളത്.
ആ കണക്കനുസരിച്ചിട്ട് 366 അക്ഷരങ്ങൾ കൂടി ഈ ഗാനത്തിലുള്ളപ്പോൾ ഈ സ്തോത്രം കാലസ്വരൂപമാണെന്നും മാത്രമല്ല സർവ്വദിനാചരണീയമാണ് എന്നും കാണുന്നു. സർവ്വദിനാചരണീയം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നട തുറക്കുന്ന ദിവസങ്ങളിൽ ഈ പാരായണം അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിൽ കടന്നു വന്നിട്ടുള്ള സംഖ്യകളെ കുറിച്ചൊന്ന് നോക്കുക. ഒന്നാമത്തേത് 11. ആ 11 എന്ന് പറയുന്നത് ശിവനെ പ്രകീർത്തിക്കുന്നതാണ്. ശിവനെ പ്രകീർത്തിക്കുന്ന സംഖ്യയാണ് 11. വേദപ്രസിദ്ധമായ രുദ്രസൂക്തം 11 എണ്ണമാണ്. മാത്രമല്ല ഏകാദശ രുദ്രന്മാർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെയുള്ളത് 4 4 വിഷ്ണു പ്രധാനമായ സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് പ്രദക്ഷിണം വയ്ക്കേണ്ടതും 4 എന്ന് ഓർമ്മിക്കുക. തീർന്നില്ല, ചതുർബാഹു എന്നാണ് 4 ചിഹ്നങ്ങളാണ് വിഷ്ണുവിനുള്ളത്. മാത്രമല്ല നാരായണ എന്ന വാക്കിൽ 4 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പം 4, ആദ്യത്തേത് 11, രണ്ടാമത്തേത് 4. 8 എന്ന ഇതിനെക്കുറിച്ച് ഒട്ടും സംശയം വേണ്ട. ദേവീ പ്രധാനമായ സംഖ്യയാണ് ഇത്. അഷ്ടധാ പ്രകൃതി എന്ന് പ്രസിദ്ധമാണല്ലോ. അഷ്ടവികാര രൂപിയായ മായാശക്തിയാണ് ഇതിൽ എന്ന് ചിന്തിക്കാം. അപ്പോൾ ഇതിൽ നോക്കുക, 4, 11, 8 ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന, മാത്രമല്ല ഈ കീർത്തനത്തിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് 108 വാക്കുകളാണ്. അതും അത്ഭുതകരമാണ്. 108 എന്നത് ആധ്യാത്മിക സംഖ്യയാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. 108-ലെ 1 എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. രണ്ടാമത്തെ സംഖ്യയായ 0 എന്ന് പറയുന്നത് മായയാണ്. 8 അമ്മ അഥവാ പ്രകൃതിയാണ്. അപ്പം 108 എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയും നമുക്ക് മനസ്സിലാക്കിയാൽ ഇതിൽ നിന്നാണ് 18 എന്ന മാന്ത്രിക സംഖ്യ അഥവാ തത്വസംഖ്യ കടന്നു വരുന്നത്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 18 തൃപ്പടികൾ. അതിവിടെ പ്രത്യേകം സ്മരണീയമായിട്ട് മാറുകയാണ്. ഇനി നമുക്ക് ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലുന്നില്ല. ആ ശ്ലോകങ്ങളിൽ ഓരോന്നിൻ്റെയും അർത്ഥം ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തേത് തുടക്കത്തിലെ ചൊല്ലിയതാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. അതിൻ്റെ ആ ഓരോ സ്റ്റാൻസയുടെയും അർത്ഥം മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. വിശ്വമോഹനമായ ഈ ശബരിമല എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിനാൽ സമ്മാനിക്കപ്പെട്ട ഈശ്വരൻ്റെ ആരാധ്യപാദുകങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. അദ്ദേഹം ഇവിടെ വസിച്ചുകൊണ്ട് ശത്രുമർദ്ദനം എന്ന കൃത്യം ഒരു നൃത്ത ലാഘവത്തോടെ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശങ്കരനാരായണന്മാരുടെ പുത്രനായ ആ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. രണ്ടാമത്തെ സ്റ്റാൻസ. ആശ്രിതർ കീർത്തിക്കുന്നവനും മനോബലം ആർജിച്ച യോഗിയും ലോകവ്യവഹാരത്തിൽ കുശലത ഉള്ളവനും പ്രപഞ്ച സൃഷ്ടി നടനം ചെയ്ത് രസിക്കുന്നവനും പ്രഭാത സൂര്യൻ്റെ നിറമുള്ളവനും പഞ്ചഭൂതാദി ജീവഭൂതാദി സമസ്തത്തിനും അധിനായകനും ഹരിഹരന്മാരുടെ പുത്രനുമായ ആ ദേവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇത് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഇനി മൂന്നാമത്തേത് പ്രണയസത്യകം എന്ന് തുടങ്ങുന്നത്. അതിൽ സത്യകനാൽ സ്നേഹിക്കപ്പെടുന്നവനും ശ്രീധർമ്മശാസ്താവിൻ്റെ പുത്രൻ്റെ പേരാണ് സത്യകൻ. ആ സത്യകനാൽ സ്നേഹിക്കപ്പെടുന്നവനും പ്രാണനുകളുടെ നാഥനും. പ്രാണൻ എന്ന് പറഞ്ഞത് പഞ്ചപ്രാണനാണ്. പ്രാണൻ, അപാനൻ എന്ന് തുടങ്ങുന്ന 5 എണ്ണം. ആ പ്രാണനുകളുടെ നാഥനും, അതായത് പരമാത്മനും, വേദശാസ്ത്രാദികളുടെ പൊരുളും ബ്രഹ്മചൈതന്യവും ഓംകാര തേജോ ലോകവാനുമായിട്ടുള്ള തത്വസാരം കീർത്തിക്കുന്നതിൽ സന്തുഷ്ടനും ഹരിഹരാത്മജനുമായ ദേവനെ
ഞാൻ ആശ്രയിക്കുന്നു. ഇത് മൂന്നാമത്തേത്. നാലാമത്തേത് തുരകവാഹനം എന്ന ആരംഭിക്കുന്നത്. കുതിരയെ വാഹനമാക്കിയവനും മനോഹരമായ മുഖത്തോടു കൂടിയവനും വലിയ ഗദയെ ആയുധമാക്കി ധരിച്ചവനും വേദശാസ്ത്രാദികളാൽ സൃഷ്ടിസ്ഥിതി സംഹാരകനായ ബ്രഹ്മമെന്ന് വർണ്ണിക്കപ്പെടുന്നവനും വലിയ ദയാവാരിധിയും ഭക്തജനങ്ങളാൽ സന്തുഷ്ടനുമാകുന്ന ഹരിഹരപുത്രനെ ഞാൻ ആശ്രയിച്ചുകൊള്ളുന്നു. ഇനി അടുത്തത് അഞ്ചാമത്തേതാണ്. ത്രിഭുവനാർച്ചിതം എന്ന് തുടങ്ങുന്ന ആ സ്റ്റാൻസ. ഭൂലോകങ്ങളിൽ 33 കോടി ദേവന്മാരാൽ ദിനവും പൂജിക്കപ്പെട്ടുകൊണ്ട് വിരാജിക്കുന്നവനും ആഗ്രഹിക്കുന്നത് നൽകുന്നവനുമായ ഭൂമിയിലെ മഹാഗുരുവുമായ ശ്രീ ഹരിഹരപുത്രനെ ഞാൻ ആശ്രയിച്ചുകൊള്ളുന്നു. ആറാമത്തത് ഭവഭയാഭയം എന്ന് തുടങ്ങുന്ന സ്റ്റാൻസയാണ്. ലോക ജീവിത ഭയം ഇല്ലാതാക്കുന്നവനും നന്മകൾ നൽകുന്നവനും യോഗൈശ്വര്യ സമ്പന്നതയാൽ ലോകങ്ങളെയും മോഹിപ്പിക്കുന്നവനും ഭക്തജന രക്ഷാർത്ഥം വെൺകുതിരയെ വാഹനമാക്കിയവനുമായ ഹരിഹരാത്മജദേവനെ ഞാൻ ആശ്രയിക്കുന്നു. കളമൃദുസ്മിതം എന്ന് തുടങ്ങുന്ന ഏഴാമത്. തൂമന്ധഹാസം ചൊരിയുന്ന സുന്ദരമുഖമുള്ള ചന്ദനച്ചാർ വീശിയ ദേഹമുള്ള ത്രിഗുണങ്ങളാകുന്ന സിംഹം, കുതിര, ആനകൾ വാഹനമാക്കിയ ശ്രീ ഹരിഹര തനയദേവനെ ഞാൻ ആശ്രയിക്കുന്നു. 7. ശ്രിതജനപ്രിയം എന്നാരംഭിക്കുന്നതാണ്. കീർത്തിക്കുന്നവരിൽ പ്രിയമുള്ളവനും ചിന്തിക്കുന്നത് നൽകുന്നവനും വേദങ്ങൾക്ക് യശസ്സു നൽകിയവനും ശിഷ്ടജനങ്ങളെ പോറ്റുന്നവനും നല്ല സംഗീതാനന്ദ തൽപരനും വേദാന്ത സ്വരൂപനുമായ ആ ദേവനെ ഞാൻ ആശ്രയിക്കുന്നു. ഈ 8 ശ്ലോകങ്ങളും മേൽ വിവരിച്ച 8 ശ്ലോകങ്ങളും ഹരിഹരാത്മജാഷ്ടകം കേൾക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അന്തരാർത്ഥത്തെക്കുറിച്ച് ഗൗരവപൂർണമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ശ്ലോകത്തിൻ്റെയും പ്രത്യേകമായ സാമാന്യാർത്ഥം ഇവിടെ ചേർത്തു എന്ന് മാത്രം. ഇതുപോലെ തന്നെ ശബരിമല ക്ഷേത്രവുമായി അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കീർത്തനം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേര് പഞ്ചരത്ന സ്തോത്രം എന്നാണ്. ശാസ്ത്രു പഞ്ചരത്ന സ്തോത്രം എന്നാണ് അതിൻ്റെ പേര്. ഏറെ ദിവ്യമായ ആ കീർത്തനം 33ാമത് എപ്പിസോഡിൽ നമുക്ക് വിശദീകരിച്ച് അതിനെക്കുറിച്ച് പഠിക്കാം. എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.